ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഇന്നസ് കിച്ചൻ. ഇന്ന് നമ്മൾ റമദാൻ സീരീസിൻ്റെ ഡേ 3 ആണ്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റീംഡ് ചെമ്മീനാണ്. ഇത് റമദാന് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അധികം വെച്ച് കിട്ടുന്നില്ല, നേരെ ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലോട്ടേക്ക് വെള്ളം, അതുപോലെ തന്നെ കുറച്ച് ഓയിൽ, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലോട്ടേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു പരുവാക്കുമ്പോൾ മാറ്റി വെക്കുക. ഇനി ഇതുപോലത്തെ ഒരു പാന് വേറെ ഒന്ന് വെച്ചതിന് ശേഷം അതിലോട്ടേക്ക് ഓയിൽ, ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒണിയൻസ് അതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലോട്ടേക്ക് കുറച്ച് സാൾട്ട് ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലോട്ടേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും മാത്രം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ടേക്ക് മല്ലിയില ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലോട്ടേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടി അതുപോലത്തെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി അതിലോട്ടേക്ക് നമ്മുടെ അരിപ്പൊടി മാവ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം ഉള്ളിൽ ചെറിയൊരു ഹോളുള്ളത് പോലെ തന്നെ വെക്കുക. നല്ലതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ മസാല അതിലോട്ടേക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി മസാല ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടോപ്പ് ഭാഗം നമ്മുടെ മാവ് വെച്ചിട്ട് തന്നെ നല്ല കവർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് മോൾഡാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഈ മോൾഡാണുള്ളത്, അതുകൊണ്ടാണ് ഞാനിതെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിനെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീമാണ് ചെയ്തെടുക്കുന്നത്, ഫ്രൈ ഒന്നുമല്ല, സ്റ്റീമാണ്. അപ്പോൾ നമ്മുടെ സ്റ്റീംഡ് ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നോമ്പിനൊക്കെ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല ഹെൽത്തിയാണ്, അതുപോലെ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.